നമസ്കാരം. നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ പോരാട്ടത്തിന്റെ ചിത്രം കൂടുതൽ വ്യക്തമായി. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 12 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. ഇടതു സ്ഥാനാർത്ഥി N സ്വരാജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ, BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്നാണ് പത്രിക നൽകിയത്. ഈ മാസം 5-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം ആദ്യം പത്രിക നൽകിയത് ഇടതു സ്ഥാനാർത്ഥി M സ്വരാജാണ്. മന്ത്രി V അബ്ദുറഹ്മാനും CPM നേതാക്കളായ വിജയരാഘവനും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വരാജിനെ അനുഗമിച്ചു. നിലമ്പൂർ താലൂക്ക് ഓഫീസിന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ നിന്ന് മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ചന്തക്കുന്നിൽ നിന്ന് റോഡ് ഷോ നടത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ പത്രികാ സമർപ്പണത്തിന് എത്തിയത്. തൃണമൂലിന്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവും തന്നെയാണ് അൻവറും ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒപ്പമെത്തി NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചു. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് എന്നിവർക്കൊപ്പം വാഹനജാഥയായി എത്തിയാണ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു. NDA ഘടകകക്ഷിയായ SJD സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തെപ്പറ്റി മുന്നണിയിൽ ചർച്ച നടക്കാത്തതിലുള്ള പ്രതിഷേധമാണ് സതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു. PV അൻവറിന്റെ അപരനായി അൻവർ സാദത്തും പത്രിക നൽകിയിട്ടുണ്ട്. ചുങ്കത്തറയിലെ കോൺഗ്രസ് പ്രവർത്തകനാണ് അൻവർ സാദത്ത് എന്നാണ് വിവരം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 5-ാം തീയതി വൈകിട്ട് 3 മണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. എന്തായാലും ഇന്ന് പ്രകടനവുമായി എത്തി തന്നെയാണ് അൻവറും ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മുന്നണികളെല്ലാം പ്രതീക്ഷയിൽ തന്നെയാണ്. വാഹനജാഥയുമായി എത്തിയാണ് 3 സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. നാളെയാണ് അവസാന ദിവസം. ഈ മാസം 5-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും. അതേസമയം പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം ആദ്യം പത്രിക നൽകിയത് M സ്വരാജാണ്.